ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹർ ഡ്രീംസ് ബൈ സിയാന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. മുഗലായ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഡൽഹിയിൽ പോയി മുഗലായ് ചിക്കൻ കഴിച്ച അന്ന് മുതൽ ഞാൻ അതിൻ്റെ ഫാൻ ആയതാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബോണുള്ള പീസാണ്. സോ അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആണെങ്കിലും നല്ലതായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒരു 30 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഞാൻ എന്താ ഒരു പാൻ വെച്ചു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ടെടുത്തു. ഇതൊരു 3 ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് കൊറിയാണ്ടർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതല്ലെങ്കിൽ പ്യൂരി ആയിട്ട്, അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് അരച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കേർഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പച്ചമുളക് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി പച്ചമുളക് ഇടാം. ഇതുപോലെ കീറിയെടുത്തിട്ട് പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഗലായ് ചിക്കൻ ഹണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുഗലായ് ചിക്കൻ ഹണ്ടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക, എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഡൽഹിയിൽ വെച്ച് കഴിച്ച മുഗലായ് ചിക്കൻ ഞാൻ വീട്ടിൽ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.